celebrating motherhood. Malayali Vittamma. നീ ഇതാരേ വരയ്ക്കുന്നേ? എന്റെ അമ്മച്ചി ഇതൊന്ന് വന്ന് നോക്കിയത് ആരാന്ന് നോക്കിയേ, എങ്ങനെയുണ്ട്? ഇതാരാ പറഞ്ഞേ? ഇത് എന്റെ വീട്ടിലെ മീൻ കൊണ്ടുവരുന്ന ശോഭയോ ആരമ്മയോ അതോ ഞാൻ കൊച്ചു റേസിയാണോ? എന്റെ പൊന്നമ്മച്ചി ഇത് കണ്ടിട്ടാണോ അമ്മച്ചി പറയുന്നത്? ഇവിടെ കണ്ടാലേ ഒരു കാര്യം തീർച്ചയാ, ഭയങ്കര വായാടിയ. അത് കറക്റ്റാണ്. പിന്നെ നിലത്ത് വീണ 4 കാലിൽ ഇവള് അല്ലേലും 4 കാലില്ല. എന്റെ പടം വരച്ചല്ലേ? ഇത് വരച്ചത് ഈ രവിവർമ്മ. ഇവനാ ഈ ശശിവർമ്മയോ? അമ്മച്ചി എന്തായാലും വർമ്മയല്ലേ? അയ്യോ ഇതെന്താ സഞ്ജു ഇത്? എന്താ ഇതെന്താ അമ്മച്ചി കാണിച്ചു വെച്ചിരിക്കുന്നത്? ഇതിനു മുമ്പ് നീ ഇതിനെല്ലാം പഠിച്ചിട്ടുണ്ടോ? എന്റെ പൊന്നമ്മച്ചി എനിക്ക് സ്കൂളിൽ ട്രോഫി കിട്ടിയിട്ടുള്ള. എന്തിന്? പടം വരച്ചതിന്. ട്രോഫിയിലൂടെ വേറെ വല്ലതും കിട്ടി കാണും. സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. എന്ത് സർട്ടിഫിക്കറ്റ്? അത് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റാ. ഏതാ ഈ പടം വരയെന്നൊക്കെ പറയുന്നേ ഒരു ദൈവിക കലയാ. അതിങ്ങനെ മനസ്സിന്ന് വരണം. ഞാനുണ്ടല്ലോ എന്റെ മാപ്പിളയുടെ പടം വരച്ച അത് അതുപോലെ ഇരിക്കും. നീ ഒന്നും വരച്ചത് വല്ലതും ഉണ്ടാവുമോ? ഞാൻ വരച്ചാൽ അതുപോലെ ഇരിക്കും. പിന്നെ ആണോ? നിന്റെ മുമ്പിൽ വെച്ച് ഞാൻ വരയ്ക്കാത്തതല്ലേ? നീ വേണമെങ്കിൽ ഈ പിള്ളേരെ കൊണ്ടൊന്ന് കോമ്പറ്റീഷൻ ചെയ്ത് നോക്കുക. അവരുടെ മാപ്പിളമാരുടെ 2 പടം വരച്ചു വെച്ചോ. വരയ്ക്കോര് ചെയ്തു നോക്കണം. അറിയാമോ? അവരുടെ മനസ്സിൽ നിന്ന് വരുന്നതാണെങ്കിൽ അത് അതുപോലെ ഇരിക്കും. അവരുടെ മനസ്സിൽ നിന്ന് വിരൽത്തുമ്പിലേക്ക് വരുമെന്നാണോ അമ്മച്ചി പറയുന്നത്? ഐ എം ഷുവർ അബൌട്ട് ഇറ്റ്. ആണോ? പിന്നല്ല, നമുക്ക് ട്രൈ ചെയ്ത് നോക്കി. ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ടാസ്ക് അതാണ്. നമ്മുടെ വീട്ടമ്മമാരെ കൊണ്ട് അവരുടെ ഭർത്താവിന്റെ ചിത്രം വരപ്പിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് എന്റെ 1.5 മണിക്കൂർ ചെലവാക്കി വരപ്പിച്ച ഈ പടം സഞ്ജു എടുത്തു മാറ്റേണ്ടതാണ്. ഇവിടുന്ന് ഇത് ഈ കോമ്പൗണ്ടിൽ കണ്ടുവരുന്നത്, മനസ്സിലായോ? അപ്പൊ നമുക്ക് ഔപചാരികമായ കാര്യങ്ങൾ തുടങ്ങാം. ഔപചാരികമായിട്ട് ഇവിടെ തന്നെ തുടങ്ങാം. അല്ല, അവിടെ ഒന്ന് തുടങ്ങണം. നമുക്ക് ഇവിടെ ഒന്ന് തുടങ്ങാം. മലയാളി വീട്ടമ്മ co-branded by സേര ആൻഡ് ധാത്രി ഹെയർ കെയർ പ്ലസിന്റെ മറ്റൊരു പുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ചിത്രരചന പാഠം തെളിയിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ 3 വീട്ടമ്മമാരെ നമ്മൾ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ലീന ആൻഡ് കൃഷ്ണ, ഇവര് 3 പേരുമാണ് ആ ഒരു ചിത്രരചനയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ വേദിയിലേക്ക് എത്തിയിട്ടുള്ളത്. നേരത്തെ ഇതുപോലെ പടം വരച്ച് പരിചയമുണ്ടോ ആർക്കെങ്കിലും? വരച്ചിട്ടുണ്ട്. ആളെ ഇരുത്തി വരച്ചിട്ടൊന്നുമില്ല, പക്ഷെ പെയിന്റ് ചെയ്യാറുണ്ട്. ഇതുപോലെ കാരിക്കേച്ചർ ഡ്രോ ചെയ്യാറില്ല. ലീനയോ? വരച്ചിട്ടില്ല. ഇതുവരെ ഒന്നും വരച്ചിട്ടില്ലേ? ഒരു വട്ടം പോലും വരച്ചിട്ടില്ല. അപ്പൊ ഇവര് 3 പേരുമാണ് സ്വന്തം ഭർത്താക്കന്മാരെ ഹൃദയത്തിൽ നിന്ന് കടലാസിലേക്ക് പകർത്താൻ പോകുന്നത്. റെഡിയല്ലേ? റെഡിയാണ്. എന്റെ ഒരു അഭിപ്രായത്തിൽ സ്വന്തം ഭർത്താവിനെ വരയ്ക്കാൻ 15 മിനിറ്റ് ഒന്നും ആവശ്യമില്ല. പിന്നെ എന്നാലും ഇരിക്കട്ടെ, ഒരു 15 മിനിറ്റ് ഞങ്ങൾ നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. പലരുടെയും തലവര മാറാൻ പോകുന്ന ഒരു പടം വരെയായിരിക്കും. നമ്മുടെ ഉള്ളിലെ കലാകാരികൾ ഇപ്പൊ പുറത്ത് ചാടും. ഞാനൊരു നാണയം തരട്ടെ? 2 രൂപയുടെ നാണയം. കൃഷ്ണ മനീഷിനെ പണ്ടേ അളന്നു വെച്ചിട്ടുണ്ട്. സ്കെയിൽ വെച്ച് അളന്ന വരയ്ക്കും. ഞാൻ നിന്റെ അർത്ഥാങ്കരയാവണം എന്നൊക്കെ പറഞ്ഞ ആളാണ്. ബാറ്റ്മാനോ? മുടി വരയ്ക്കുക. ബാബുട്ടിയുടെ മുടി അതാണ്. കൃഷ്ണമണി ഇല്ലേ ബാബുട്ടി? ആ സാധനം വെക്കണം. ഇത്തിരി കണ്ണിച്ചോരയൊക്കെ ആവാട്ടോ. കൃഷ്ണ ആദ്യം ഒരു വര വരയ്ക്കും, എന്നിട്ട് ഭർത്താവിനെ അതിൽ നിർത്തും. എല്ലാത്തിലും വര വരച്ചിട്ടുണ്ട്.
മുണ്ടുനീര് വന്ന ബാബു ചേട്ടൻ അല്ലല്ല റൈറ്റ് സൈഡ് പല്ലുവേദന കുറച്ച് ചെറിയൊരു പല്ലുവേദന ഈ മനീഷിന്റെ മുഖം പിന്നെ ചെറുതായി വരിക. നേരത്തെ കുറച്ചും കൂടെ അല്ല, നന്നായിട്ടുണ്ട്. പക്ഷെ ഏകദേശം ഒന്ന് കരക്കെടുക്കുന്ന വെരി ഗുഡ്. ലീനയ്ക്ക് ആദ്യം ഭയങ്കര വിഷമായിരുന്നു ഇങ്ങനത്തെ ഇതൊക്കെ വരുമ്പോ. അയ്യോ എന്റെ ബാബുട്ടം പാവാണ്. ഇല്ല, ലീന വരച്ചത് കറക്റ്റാ. നമ്മൾ ഈ കോഫി മഗ്ഗിൽ നമ്മുടെ ഫേസ് ഇംപ്രിന്റ് ചെയ്ത് വരത്തില്ലേ, അതിങ്ങനെ വരും അല്ലേ? ചെവി ഇവിടെ വരുന്നു. ചെവിയാണ്. ചെവി ഇവിടെ ഉണ്ട്, അപ്പുറത്ത് ഒരെണ്ണം കൂടി ഉണ്ട്. കൃഷ്ണ ഇപ്പൊ വരച്ച് ജുബിതയുടെ ഹസ്ബൻഡ് ഒരു ചായ വന്നു. ചുമ്മാ പറഞ്ഞ വിഷമിക്കണ്ട, വരച്ചോ അടിപൊളിയുണ്ട്. My God. Oh my God. And how sweet is Babu? പക്ഷെ ഈ ഒരു വര കാണുമ്പോഴേ, ഈ വരയൊക്കെ കാണുമ്പോ മറ്റേ ചിലത്ത് ശൂലം കുത്തി നേർച്ചയൊക്കെ ഉണ്ടാവില്ല. സത്യമായിട്ടും അങ്ങനെയാണ് മുഖം വരയ്ക്കുന്നത്. ആണല്ലേ? വരയ്ക്കുവാണെങ്കിൽ അങ്ങനെയാണ്. പക്ഷെ ഇതാണോ മുഖം വരച്ചത്? പേടിക്കുന്ന കുട്ടി വരയ്ക്കാം. ഇവിടെ ഒരു ചായ ഇല്ലാതില്ല കേട്ടോ. ഇനി ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഭാഗത്തേക്ക് ലീന കടന്നിരിക്കുകയാണ്. മുടി വരയ്ക്കാൻ പോവാണ്. മുടി മുടി ഇത് മറ്റേ വാരികയിലൊക്കെ വരുന്ന പടം പോലെയായി കേട്ടോ. കൃഷ്ണ അവിടെ കളറെല്ലാം എടുത്ത് നിരത്തി. ഇനിയാണ് നമ്മുടെ ടാസ്കിന്റെ രണ്ടാം ഘട്ടം. നമ്മളെല്ലാവരും നിങ്ങളുടെ ഭർത്താക്കന്മാരെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ വരച്ച നിങ്ങളുടെ മനസ്സിലുള്ള ഭർത്താവ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇനി നിങ്ങൾ ഈ ഒരു പിക്ചറും വെച്ച് ആക്ച്വൽ ഒരു രൂപം കൂടെ വെച്ചിട്ട് നിങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരണം. ഭർത്താവിന്റെ കണ്ണ് എങ്ങനെയാണ്, മൂക്ക് എങ്ങനെയാണ്. അതെ, നിങ്ങൾക്ക് ഒരു അവസരം കൂടെ തരികയാണ്. അതായത് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരച്ചത്, ഈ ഒരു ഷേപ്പിൽ വരച്ചത്. ആളുടെ മുടി എങ്ങനെയാണ്, മുടി ഹെയർ സ്റ്റൈല് ഇങ്ങനെ തന്നെയാണ്. ഇങ്ങനെയെന്ന് വെച്ചാൽ എങ്ങനെയാന്ന് പറ. രണ്ട് ഭാഗത്തും കുറച്ച് കീറി നന്നായിട്ട് സൈഡിലോട്ട് ചീവി അങ്ങനെയാണ്. നീളം മുടി എന്ന് പറഞ്ഞാൽ അത്ര നീളമല്ല, ഒരു മിഡിൽ. എന്നാൽ കേളിയല്ല. മൂക്കുണ്ട്. പക്ഷെ ആ മൂക്ക് ശരിക്കും വന്നിട്ടില്ല, എന്നാലും നീളമുള്ള മൂക്കാണ്. മീശ കട്ടി മീശ. ഇതാണോ കട്ടി മീശ? ചുണ്ട് നല്ല താമരപ്പൂവിന്റെ ഇതെല്ലാം. അല്ലല്ല, വാടാത്ത താമരപ്പൂവിന്റെ ഇതൾ പോലെയുള്ള ചുണ്ടുകൾ, കരിങ്കൂവള കണ്ണുകൾ. ഈ കരിങ്കൂവള കണ്ണെന്നൊക്കെ പറയുന്നത് പെൺപിള്ളേരെ വർണ്ണിക്കുന്ന അല്ലല്ല, നല്ല വലിയ കരിങ്കൂവള കണ്ണാണെങ്കിൽ ഞങ്ങള് പുള്ളിയെ കണ്ടിട്ടൊക്കെ ഉണ്ട് കേട്ടോ. എല്ലിന്റെ പൂ പോലത്തെ മൂക്ക്, ഇതൊക്കെയാണ് പറയണ്ടേ ഓരോന്ന്. എന്നാലും നല്ല പ്രസന്നമായിട്ടുള്ള മുഖം. സോ നമ്മുടെ ബാബുവേട്ടൻ എങ്ങനെയാണ്? ഇപ്പൊ ലീനയുടെ മനസ്സിൽ ബാബുവേട്ടന്റെ ഫീച്ചേഴ്സ് എങ്ങനെയാണ് പതിഞ്ഞിരിക്കുന്നത്? നല്ല കുഞ്ഞു കണ്ണ്. ചിത്രം കണ്ടിച്ചിട്ട് വലിപ്പമുണ്ട്. കുഞ്ഞു കണ്ണാണ്. പിന്നെ കുറച്ച് മീശയുണ്ട്. ഒരുപാട് കട്ടിയില്ലെങ്കിലും ഒരു മീഡിയം. നല്ല കവള്, ബബ്ലി കവള്. പിന്നെ കഷന്റെ ആണ്. ഇവിടെ കുറച്ചേ മുടിയുള്ളൂ. ഈ രണ്ട് ഭാഗത്ത് അതുപോലെ കുറച്ച് മുടി. മൂക്ക് നല്ല നീണ്ട മൂക്ക്, കട്ടിയുണ്ട്. നീണ്ട മൂക്ക്, കട്ടിയുള്ള മൂക്ക്. നല്ല കട്ടിയുള്ള മൂക്ക്. ചുണ്ട് നല്ല കട്ടിയുള്ള ചുണ്ട്. ആണോ? കട്ടിയുള്ള ചുണ്ടെന്ന് വെച്ചാൽ നല്ല വണ്ണുള്ള ചുണ്ട്. അങ്ങനെ. ഈ ചെവി എന്താണ് ഉദ്ദേശിച്ചത്? നല്ലൊരു ചെവിയാണ് എന്റെ ഭർത്താവിന്റെ. പക്ഷെ ഇതെന്താണ് ഇത്? ലീനയുടെ മനസ്സിനകത്ത് ബാബുവിന്റെ രൂപം മനസ്സിനകത്ത് ഇങ്ങനെയൊന്നുമില്ല. ഭയങ്കര നമുക്ക് കൃഷ്ണയുടെ കളർഫുൾ ചിത്രത്തിലേക്ക് പോവാം. കൃഷ്ണ മാത്രമാണ് സത്യം പറഞ്ഞാൽ ഒരു
ഇത് എന്താണ് എഴുതിയേക്കുന്നത്? ഇഷ്ടം പറഞ്ഞൊരാ നാളിന്റെ ഓർമ്മയ്ക്ക്. ഉഫ്, കവിത കവിത. ഇഷ്ടം പറഞ്ഞ ഇഷ്ടം പറഞ്ഞൊരാ നാളിന്റെ ഓർമ്മയ്ക്ക്. ആ കണ്ടോ? നാളിന്റെ ഓർമ്മയ്ക്ക്. ഇഷ്ടം പറഞ്ഞ നാളിന്റെ ഓർമ്മയ്ക്ക് എഴുതിയാൽ മതി. ഇടയ്ക്കാ കൊണ്ട് രാതിരിക്കും. ആ, ഒരാ അതാണ് ആ നാളിൽ. കാവ്യാത്മകത ഉള്ളിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞൊരാ അനർഗളം നാളിന്റെ. നിർഗളം. അല്ലെ, കഴിഞ്ഞ പ്രാവശ്യം ഓട്ടത്തുള്ളിൽ എഴുതിയ അതേ സംഭവമാണ്. അതിന്റെ അല്ല ചെറിയ അതേപോലെ version. വർണ്ണിക്കും. ആ നല്ല മുടി ഉണ്ടാക്ക്. ആ എങ്ങനത്തെ മുടിയാ? അല്ല, കട്ടിയുള്ള മുടിയാണ്. ആ, കട്ടിയുള്ള മുടി. ഉള്ളുണ്ട്. പിന്നെ നെറ്റി ഇവിടെ നിന്ന് ഇങ്ങനെ ഇത്തിരി കേറി, രണ്ട് സൈഡിലും ഒരു ചെറിയ സൈഡിലൊക്കെ ഇത്തിരി ഇങ്ങനെ കേറിയിട്ടുണ്ട്. കേറിയാണ് ഇരിക്കുന്നത്. ആ. നെറ്റിയുണ്ട്. പിന്നെ തടിച്ച മൂക്കാണ്. ചുണ്ട് കീഴ്ചുണ്ട് തടിച്ചതാണ്. പിന്നെ താടി ഇവിടെ ഒരു ചെറിയ വെട്ടുണ്ട്. വെട്ടോ? ആര് വെട്ടിയതാണ്? അല്ല, അങ്ങനെയല്ല, രണ്ട് ഓ, അതാണ് ഇവിടെ താടി ഒരു- പോലെ. ആ, അവിടെ ഒരു കുനിപ്പിട്ടിട്ടുണ്ട്. ഒരു ചെറിയ- ഞാൻ തിരിച്ച് എഴുതിയിട്ടുണ്ട്. അങ്ങനെ. മീശ. മീശ ഒത്തിരി കട്ടിയല്ല, എന്നാലും ചെറിയ. അല്ല, ഇവിടെ ഈ മീശയും ചുണ്ടുമായിട്ട് വലിയ ബന്ധമില്ലല്ലോ, അങ്ങനെയാണോ? ഇത് ഏത് വെള്ളം? ചരിഞ്ഞ വെള്ളമാണോ? ആ, മുങ്ങിയ വെള്ളം? അല്ല അല്ല അല്ല, പണ്ട് അങ്ങനെയായിരുന്നു. പണ്ടങ്ങനെയായിരുന്നു. ഇപ്പൊ മാറ്റായി. കണ്ടോ, എല്ലാത്തിനും പണ്ട് അങ്ങനെയായിരുന്നു പറഞ്ഞാൽ മതി. നമ്മളാരും പണ്ട് കണ്ടിട്ടില്ലല്ലോ. അപ്പൊ നിങ്ങൾ ഇത്രയും മനോഹരമായി ഭാര്യമാരെല്ലാരും ചിത്രം വരച്ചത് ഭർത്താക്കന്മാരെ കാണിക്കട്ടെ നമുക്ക്. അപ്പൊ നമുക്ക് തൽക്കാലം ഇവരെ കുറച്ച് സമയത്തേക്ക് നമ്മുടെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന്റെ കൂടേക്ക് വിടാം. എല്ലാരും പോയിക്കോളൂ. നിങ്ങൾ 3 പേരും പോയിക്കോളൂ. തഞ്ചു പോരല്ലേ. കണ്ടസ്റ്റൻസിനെ നമ്മൾ ആ സീറ്റിലേക്ക് പറഞ്ഞു വിട്ടു. ഇനി അവരുടെ ഭർത്താക്കന്മാർ ഓരോരുത്തരായിട്ടാണ് ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നത്. അവർ വന്നിട്ട് സ്വന്തം ഭാര്യ ഇതിനകത്ത് അവനവനെ പെയിന്റ് ചെയ്തത് ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ടാസ്ക്. നേരത്തെ പറഞ്ഞ പോലെ 3 എണ്ണം അവരുടെ ഭാര്യമാര് വരച്ചതും, പിന്നെ 3 എണ്ണം നമ്മൾ പതിവായിട്ട് ചായക്കടയിൽ നിന്ന് മേടിക്കുന്നത് പോലെ 3 എണ്ണം എവിടുന്നോ വന്ന 3 എണ്ണം കൂടിയുണ്ട്. അതെ, എവിടുന്നോ വന്ന 3 എണ്ണം കൂടി ഉണ്ട്. അപ്പൊ ഇതിനകത്ത് ഈ 6 പിക്ചറിനകത്ത് ഏതാണ് സ്വന്തം ഭാര്യ വരച്ച ഡ്രോയിങ്, അല്ലെങ്കിൽ എന്നെ പോലെ ഇരിക്കുന്ന ഡ്രോയിങ് ഏതാണെന്നാണ് അവർ കണ്ടുപിടിക്കേണ്ടത്. ഭാര്യയുടെ കലാവാസന കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. യെസ്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ സ്വാഗതം ചെയ്യാം ജുബിതയുടെ ഹസ്ബൻഡ് സിബി. ജുബിത നന്നായിട്ട് പടം വരയ്ക്കും അല്ലേ? പെയിന്റിംഗ് ഉണ്ട്, നന്നായി പെയിന്റ് നന്നായിട്ട് ചെയ്യും. ആ, പിന്നെ എന്താ ചെയ്യില്ലാത്ത? ഇല്ല, ഈ പടം വരച്ചാലല്ലേ പെയിന്റ് അടിക്കാൻ പറ്റുള്ളൂ അല്ലേ? ഇതിലൊക്കെ ചെയ്യുന്നുണ്ട്, എന്തൊക്കെ വീട്ടിൽ ചെയ്യുന്ന നമ്മൾ കാണാറുണ്ട്. ആണോ? നമുക്ക് അത്ര ഐഡിയ ഇല്ല, അതിന്റെ പേരിൽ നമ്മൾ ആ വഴി നോക്കാറില്ല. ആഹാ. ആളുടെ ഭാഗം നടന്നോളൂ. ഓക്കെ. അപ്പൊ ജുബിത താങ്കളുടെ ഒരു ഡ്രോയിങ് ഇവിടെ വരച്ചു തന്നിട്ടുണ്ട്. നല്ല അടിപൊളിയുണ്ട് ഓക്കെ. ശരിക്കും. നന്നായിട്ട് അസലായിട്ട് വർണ്ണിച്ചിട്ടുണ്ട്. ആ മുടിയും കണ്ണുകളും മീശയും ഇത് തന്നെയല്ലേ ജുബിത? ജുബിത ഇവിടെ മാറിപ്പോയിട്ടില്ലല്ലോ അല്ലേ? ആള് തന്നെയല്ലേ? താമര വരച്ചിരിക്കുന്നത് എന്തായിരുന്നു? താമരയുടെ ഇതളുകൾ പോലെയുള്ള ചുണ്ടുകൾ. ചുണ്ടുകൾ. അങ്ങനെയല്ലേ പറഞ്ഞേ? അതല്ലേ പറഞ്ഞേ? താമരയല്ലേ? ആ, താമര. ഇത് നമുക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്താ കേട്ടില്ല. കരിങ്കൂവള കണ്ണുകൾ. ഒരു കൂളം ഉണ്ടാ. നീ എന്നോട് ഇത് അതെന്താ ചെയ്യണമായിരുന്നോ? സംഭവം? എന്താണ് ഈ കണ്ണുകളും മൂക്കുകളും ചുണ്ടുകളൊക്കെ എനിക്ക് അങ്ങനെ തന്നെയാണ്. തകർത്ത് കളഞ്ഞു. അതെ, അതെ. കൊല്ല്. പക്ഷെ എത്ര നാളായി കല്യാണം കഴിച്ചിട്ട് നിങ്ങൾ രണ്ടുപേരും? 10 വർഷം കഴിയും. അയ്യോ, എന്നിട്ടും എന്നിട്ടും ഇങ്ങനെയാ. ആ ഇല ഒരു ലെവലേശം പാടിയിട്ടില്ല. അല്ല, ഇനിയിപ്പോ വീട്ടിൽ ചെന്നിട്ട് ജുബിതയുടെ ഹസ്ബൻഡ് ഒക്കെ ഗൂഗിൾ ചെയ്ത് നോക്കും ഇത് എങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ ജുബിത കഴിഞ്ഞോ? വർണ്ണന കഴിഞ്ഞു. മൂക്ക് കണ്ണ് ഇതൊക്കെയാണ് ജുബിത. അപ്പൊ ചേട്ടൻ ആ ഒരു താമര പൂവിന്റെ ആ പുഞ്ചിരിയോട് കൂടി, ചുണ്ടിന്റെ പുഞ്ചിരിയോട് കൂടി ഒന്ന് ഇതിൽ നിന്ന് ഒന്ന് ഏതാണ്? കാണട്ടെ പ്ലീസ്, പ്രേക്ഷകർ കാണട്ടെ പ്ലീസ്. അപ്പൊ വരൂ നമുക്ക് നോക്കാം ഏതാണ് ഭാര്യ വരച്ചത്. ഇതാണോ? സാധ്യത വളരെ കുറവാണ്. സാധ്യത കുറവാണ്. അത്രമേലില്ല. ആ, ഇലക്ഷൻ വോട്ട് ചെയ്യാൻ സാധ്യത പോയതുകൊണ്ട് വളരെ കുറവ് എനിക്ക് തോന്നുന്നു. തിരിച്ചറിയൽ പരേഡാണ്. എനിക്ക് പഴയ മറ്റേ CBD കുറിച്ച് ഓർമ്മ ആ. വരുന്നത്. ഇതിനൊരു സാധ്യത കാണുന്നു. ഇതിലൊരു സാധ്യതയുണ്ട്. കാണുന്നുണ്ട്. ഓക്കെ, മൊത്തം കൂടെ നോക്കിയിട്ട് നമുക്ക് ഉറപ്പിക്കാം ഏതാണ്. ഇതിൽ സാധ്യത ഇതില്ല. ഇനി ഇതാണോ? പോരാ. പോരാന്നൊക്കെ പറഞ്ഞാ അല്ല, പോരാ. ആര് പോരാന്ന്? വരച്ചിരിക്കും ഈ പറഞ്ഞ നിങ്ങൾ വർണ്ണന നോക്കുമ്പോ ഇത് പോരാ. വർണ്ണന നമ്മളല്ല വർണ്ണിച്ചത്, ജുബിതയാ വർണ്ണിച്ചല്ലേ? ഭാര്യയാണ് പറഞ്ഞത്. ഒന്ന് ഉറപ്പിക്ക്. ഇതിൽ ഏതായിരിക്കാനാണ് സാധ്യത കൂടുതൽ? ഒന്ന് ഉറപ്പിക്കാം, നമുക്ക് നോക്കാം.
ഏതാണ്? ഇതാണ്. ആ വർണ്ണന ഒന്നും കൂടെ ഒന്ന് ആലോചിക്കൂ. മറ്റേ എന്താണ്, നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന മുടിയിഴകൾ, കരിങ്കൂള കണ്ണുകൾ, അതെ, താമരയുടെ ഇതള് പോലെയുള്ള ചുണ്ടുകൾ. ആഹാ, തന്നെയാണോ? പിന്നെ ഒരു തരം, രണ്ടു തരം, മൂന്ന് തരം, ഇത് തന്നെ? ഒരു തരം, രണ്ടു തരം, മൂന്ന് തരം ഉറപ്പിച്ചിരിക്കുകയാണ്. അല്ല, ചേട്ടനും ഇതിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? ഈ പറഞ്ഞ വർണ്ണനയിൽ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെയൊക്കെ തന്നെയാണോ? വർണ്ണനയിൽ വിശ്വസിക്കുന്ന ഒരാളൊന്നും അല്ല ഞാൻ. അങ്ങനെയൊന്നും എന്നെ വീഴ്ത്താൻ നോക്കണ്ട മോളെ. അതൊക്കെ തള്ളായിരുന്നു അല്ലേ? അതൊക്കെ തള്ളാണ്. അപ്പൊ നമുക്കിത് കാണാം. ഒന്ന് വേഗം കാണിക്ക്, കുറെ നേരമായിട്ട് ആ, മനസ്സിലായി, മനസ്സിലായി, മനസ്സിലായി. ഓക്കേ. Yes. You're right. ജുബിത വരച്ച പെയിന്റിംഗ് തന്നെയാണ് കറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ചിരിക്കുന്നത്. കരിങ്കൂള കണ്ണുകളും താമരച്ചിനുള്ള ആ മനുഷ്യനെ ഞങ്ങളോട് കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹമാണത്. പ്രേക്ഷകർ കണ്ടോളൂ. അപ്പോൾ ജുബിത വരച്ച സിബിയുടെ പെയിന്റിംഗ് സിബി ഐഡന്റിഫൈ ചെയ്തിരിക്കുകയാണ്. ഇത്രയും സൗന്ദര്യം പ്രതീക്ഷിച്ചിരുന്നോ സിബി? ഇത്ര അടിപൊളിയായിട്ട് വരയ്ക്കുന്ന? വരക്കില്ല അടിപൊളിയാവും, പക്ഷെ എന്നെയാണല്ലോ വരയ്ക്കുന്നത്. കരിങ്കോള കണ്ണൊന്നും നമ്മൾ പ്രതീക്ഷിച്ചില്ല. കണ്ണൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, നന്നായിട്ടുണ്ട്. എന്നാലും കണ്ടുപിടിച്ചല്ലോ, ഗുഡ് ജോബ്. സിബി വരയ്ക്കോ? ഇല്ല, ഞാൻ വരക്കില്ല. വരയ്ക്കില്ല. വർണ്ണിക്കോ? അതെ, വർണ്ണിക്കോ? വർണ്ണിക്കോ? അങ്ങനെ വർണ്ണിക്കുകയുമില്ല. അല്ല, ജുബിതനെ എന്ന് വർണ്ണിക്കാൻ പറഞ്ഞില്ല. തീർച്ചയായിട്ടും. അല്ല, വരയ്ക്കണ്ട. അല്ല, വർണ്ണിക്കലുണ്ടാവില്ല. ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കുന്ന ഒരാളല്ല. ഏതെങ്കിലും ഈ പാട്ടൊക്കെ ഓർമ്മ വരും ഇങ്ങനെ കാണുമ്പോ? ഒരു പാട്ടും പ്രത്യേകിച്ച് ഓർമ്മയിലില്ല, ഓർമ്മ നിൽക്കുന്ന ഒരാളും അല്ല ഞാൻ. കട്ട വാശിയിലാണ്. ഒന്ന് രണ്ടും കൽപ്പിച്ചാണ് ഞാൻ അറിയില്ല, അതൊന്നും പാടും അല്ലെങ്കിൽ എന്തായാലും ചെയ്യും. ഇതുവരെ ഒരു മൂളിപ്പാട്ട് പോലും ഞാൻ അല്ല, കേട്ടിട്ടില്ല. പാട്ട് പറഞ്ഞാൽ മതി, ജുബിത പാടിക്കോളും. ഈ പറഞ്ഞോട്ട് പാട്ട് പറഞ്ഞാൽ മതി. പുകഴ്ത്തി പറയേണ്ടതും ഇന്ന് വരെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല, ആരെ കുറിച്ചായാലും. സിബിയുടെ ഒരു ഫോട്ടോ പോലും അടുത്ത് വയ്ക്കാതെ മനസ്സിന്ന് ഓർത്താണ് അത് വരച്ചേ. Okay. Which looks just like you and you can't say two words about her. തന്നെ അങ്ങോട്ടൊന്നും പറയാൻ പറ്റത്തില്ല എന്നാ പറഞ്ഞേ. അതാണോ ഞാൻ മനസ്സിലാക്കിയെടുത്ത്? എങ്ങനെയാ? Is that what he said? അല്ല, പറയാൻ പറ്റില്ല എന്നുള്ളതല്ല, ഞാൻ പറയാറില്ല എന്ന്. അപ്പൊ ചേട്ടൻ മസിലിട്ട് അതൊക്കെ ഒന്ന് പറയണം. അത് തന്നെ, എന്തെങ്കിലും പറഞ്ഞാലേ പറ്റും. ഇത്രയും പാടുപെട്ട് ഇത് വരച്ചെടുത്തെങ്കിൽ now you have to say something. പലപ്പോഴും പല ഭർത്താക്കന്മാരും പറയുന്ന ഒരു കാര്യമാണ്, വൈഫിന്റെ എല്ലാ ക്യാരക്ടേഴ്സും നമുക്ക് ഇഷ്ടമാണ്, നമ്മളത് ഇപ്പൊ എപ്പോഴും പറയേണ്ട കാര്യമുണ്ടോ, അങ്ങനെ എപ്പോഴും കോംപ്ലിമെന്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? പക്ഷെ സ്ത്രീകളുടെ സൈക്കോളജി ഈസ് എൻറ്റയർലി ഡിഫറെന്റ്. ഐ എം ടെല്ലിങ് യു. വല്ലപ്പോഴും ഒരു കോംപ്ലിമെന്റ് കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ, എനിത്തിങ് അവർ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരും. അല്ലെങ്കിൽ അത്രയ്ക്ക് നല്ലൊരു വൈഫിനെ പിന്നെ നിങ്ങൾക്ക് കിട്ടില്ല. പക്ഷെ ജസ്റ്റ് ഫ്യൂ വേർഡ്സ്, ചില കോംപ്ലിമെന്റ്, അതൊരു ഉറച്ച മനസ്സിന്ന് വരുന്നതാണ്. 100%. അല്ല, അപ്പൊ അത് ചേട്ടാ അത് എന്തായാലും പറഞ്ഞു, ഒന്ന് മയപ്പെട്ട് ഒരു മയത്തോടു കൂടി. We all support you, അല്ലേ? Yes. Oh. So she deserves a compliment. ഈ വരച്ച പടത്തിനെ കുറിച്ച് പറയാലോ. She did a very good job. വരച്ച പടത്തിന് മാത്രമല്ല, നന്നായിട്ട് പെയിന്റ് ചെയ്യും. കാരണം നല്ല രീതിയിലുള്ള പെയിന്റിങ്സ് ഒക്കെ ജിബി വീട്ടിൽ നിന്ന് ചെയ്യണതാണ്. അതുപോലെ വീട്ടിലാണെങ്കിൽ മക്കളുടെ കാര്യങ്ങളെല്ലാം തന്നെ കെയർ ചെയ്യുന്നത് ജിബിതയാണ്. ഞാൻ മക്കളുടെ കാര്യങ്ങളൊന്നും തന്നെ കെയർ ചെയ്യാറില്ല. അതുപോലെ പിന്നെ ഡ്രസ്സൊക്കെ, മക്കളുടെ എന്തെങ്കിലും ഫങ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ മക്കളുടെ സ്വന്തം ഡ്രസ്സുകളൊക്കെ ഡിസൈൻ ചെയ്ത് അത്തരം കാര്യങ്ങളെല്ലാം തന്നെ, അതായത് എൻ്റെ കുടുംബം നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ജിബിത തന്നെയാണ്, അത് യാതൊരു സംശയമില്ല. അടിപൊളി. അപ്പൊ അതിനകത്ത് എല്ലാം ഞാൻ പറഞ്ഞില്ല, എല്ലാ മേഖലകളിലും കൈവയ്ക്കാൻ പറ്റിയ ഒരാളാണ്. You did a great job. Yeah. താങ്ക് യു മാം. ആൻഡ് ജുബിതയ്ക്ക് എന്താ പറയാ? ജുബിതയ്ക്ക് ഇപ്പോ സന്തോഷമായി. അല്ല, ജുബിത ഇങ്ങനെ ഒരു സംഭവം ശരിക്കും ആഗ്രഹിക്കുന്നില്ലേ? കേൾക്കാൻ ജുബിത പറയുന്നത് തൃപ്തിയായി മൊത്തത്തിൽ സന്തോഷമായി. സോ താങ്ക് യു സോ മച്ച്. നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയാണല്ലോ. കൃഷ്ണ ഈ എപ്പിസോഡ് കാണുമ്പോൾ ആദ്യം പറഞ്ഞതൊന്ന് കേട്ടേ, നന്നായി. ഞാനത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് സൈഡിൽ അത് വരച്ചു വെച്ചത്. എന്റെ മാസ്റ്റർ പീസ് അല്ല, അത് കാണാൻ നേരത്തെ എന്തായാലും മനസ്സിലാക്കുമെന്നുള്ള ഒരു ഇതിലാണ് ഞാനത് വരച്ചു വെച്ചത്. അത് ഞാൻ പറഞ്ഞു. മലയാളി വീട്ടമ്മയിൽ സുവർണ കിരീടം ചൂടുന്ന വീട്ടമ്മയ്ക്ക് കോൺഫിഡന്റ് ഗ്രൂപ്പ് സമ്മാനിക്കുന്നു 1 കോടി വിലമതിക്കുന്ന ഫ്ളാറ്റും ടൊയോട്ട ക്രിസ്റ്റ കാറും. Flowers celebrating motherhood. മലയാളി വീട്ടമ്മ. നമ്മുടെ അടുത്ത കണ്ടസ്റ്റന്റിന്റെ ഭർത്താവ് വേദിയിലേക്ക് വരികയാണ്. നമ്മൾ എല്ലാവരും ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മുടെ ഇവിടുത്തെ ഏറ്റവും പ്രിയങ്കരനായ, ഏറ്റവും പോപ്പുലർ, എനിക്ക് തോന്നുന്നു ഈ ഷോ കൊണ്ട് ഏറ്റവും പോപ്പുലർ ആയ ഒരാളാണ് നമ്മുടെ സ്വന്തം ബാബുവേട്ടൻ.
ഇത് ആകെ കളർഫുൾ ആയിട്ടുണ്ടല്ലോ ബാബുട്ടന്ന്. നമ്മുടെ പാവം ബാബുട്ടൻ. നന്നായിട്ട് ഉഷാറായിട്ട്. നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയാണല്ലോ. ബാബുട്ടൻ ഇപ്പം പാലക്കാട് മൊത്തം അറിയപ്പെടുന്ന ആളായി മാറിയില്ലേ? എല്ലാവരും കണ്ടിട്ടുണ്ട്, നന്നായിട്ടുണ്ട് എന്നാണ് അഭിപ്രായം. ലീന പറയണ്ടായിരുന്നു ഇന്ന് വരാൻ പറ്റുമെന്ന് അറിയില്ല, ഇന്ന് ഉദ്ഘാടനത്തിന് പോണെന്ന്. അതൊക്കെ പതുക്കെ ആവൂലേ? അതില്ല. അപ്പൊ ലീന, അപ്പൊ ഇതാണ് ലീന പറഞ്ഞ ചെറിയ കണ്ണുകൾ, ചെറിയ കണ്ണാണ്, കട്ടിയുള്ള മൂക്ക്. സഞ്ജു ഒന്ന് തൊട്ട് നോക്കും. അങ്ങോട്ട് അയ്യോ ഇത് കുഞ്ഞു മൂക്കാട്ടെ, ഈ മൂക്കിന് എവിടെയാ കട്ടി? ചെറിയ മൂക്കാണ്. കട്ടിയുണ്ട്, കട്ടിയുള്ള മൂക്ക്. ചെറിയ മൂക്കല്ലേ? ആ എനിക്ക് സൈഡിൽ നോക്കി സൈഡിൽ നോക്കി മാറിപ്പോതാട്ടോ. സൈഡ് പ്രൊഫൈലാ ഞാൻ കണ്ടത്. പിന്നെ മീശ, മീശ കട്ടിയൊക്കെ ഉണ്ട്. മീശ ഇല്ലല്ലോ. ശരി ശരി. മീഡിയം മീശ, മീഡിയം മീശ. ഇത് ചായയോ? കഷണ്ടി ഉണ്ട്, ചായയോ? മീഡിയം മീശ. സൈഡിൽ മുടിയുണ്ട്, സൈഡില് മുടി. ചുണ്ട് നല്ല തടിയുള്ള, കവിള് പബ്ലിക്. ലീന വരച്ചതിനകത്ത് ഇത്ര ഉണ്ടോ നമുക്ക് അറിയില്ല, നോക്കാം നമുക്ക്. ബാബുട്ടാ അറിയില്ല ഇതൊന്നും. അയ്യോ ലീന പടം വരച്ചു, നിങ്ങൾ അറിയില്ല? ബാബുട്ട ലീന പറയാറില്ല ഒഴിവ് സമയങ്ങളിലൊക്കെ വീട്ടിലെപ്പോഴും പടങ്ങളൊക്കെ വരയ്ക്കാറുണ്ടെന്നൊക്കെ പറയാറുണ്ടോ? നന്നായി വരയ്ക്കാറുണ്ടോ? വരയ്ക്കാറില്ലാന്ന് പറഞ്ഞല്ലേ? വേറൊരു രസം കൂടി ഉണ്ട്. അത് ആത്മാർത്ഥമായിട്ട് പുള്ളി ഉള്ളിൽ തട്ടി പറഞ്ഞു. വേറൊരു കാര്യം ബാബുട്ട, ബാബുട്ടന്റെ ചിത്രം ഇവിടെ ലക്ഷക്കണക്കിന് രൂപയ്ക്കാണ് വിറ്റുപോയി ഓൾറെഡി. അത് ആരാണ് വാങ്ങിച്ചെന്ന് പറയാൻ, അത് ആരാണെന്ന് വാങ്ങിച്ചെന്ന് പറയാൻ പറ്റും ബാബുട്ട? ആരായിരിക്കും ഇവിടെ? ആ ആൾ ഇവിടെ തന്നെ ഉണ്ട്. ഉണ്ട്, ഒരാളുണ്ട് ഇവിടെ. ഞാൻ എത്ര വില കൊടുത്തിട്ടാലും ഞാൻ വാങ്ങുന്ന ഒരാൾ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ ഓടി വന്ന് ബാബുവിനെ ഹഗ് ചെയ്ത ഒരാളാണ്. ബാബുട്ടാ ഞാൻ ഒരു സത്യം പറയട്ടെ, ടൈറ്റാനിക്കിലെ ആ ഒരു ചിത്രം വര സീൻ കഴിഞ്ഞാ പിന്നെ ഇത്രയും ആൾക്കാർ ക്യൂരിയോസിറ്റിയോടെ നോക്കിയിരുന്ന ഒരു ചിത്രം വരയ്ക്കുന്ന സീൻ ലീനയുടെ ചിത്രം വരെയായിരുന്നു അല്ലേ? ശരി, അപ്പൊ നമുക്ക് കണ്ടാലോ? ഒന്ന് കണ്ടുപിടിച്ചല്ലോ. 5-6 പേര് വരച്ചത് ഇരിപ്പുണ്ട്. ഇതിൽ നിന്ന് ലീന വരച്ചത് ഏതാണെന്നുള്ളത് ബാബുവേട്ടൻ കണ്ടുപിടിക്കും. ഓക്കെ അല്ലേ? എവിടുന്ന് വേണേലും തുടങ്ങാം. അടിപൊളി. ബാബുവേട്ടൻ റെഡി. ഇതല്ല, ഇതല്ല. ഒന്ന് ആലോചിക്കണല്ലേ എന്നാലും. അല്ല ലീന വരച്ചത് വേണം. ബാബുവേട്ടനെ വരച്ചോ ഇല്ലയോ എന്നുള്ളതല്ല, ലീന വരച്ചൊരു പടം ബാബുവേട്ടനാണ് ഉദ്ദേശിച്ചത്. എങ്ങനെ വന്നിട്ടുണ്ടോ എന്ന് പറയാൻ പറ്റില്ല. ഇത് ആണോ? അല്ല അതല്ല. ഇത് ലീനയുടെ സ്വപ്നത്തിലുള്ള ബാബുവേട്ടനാണ്. അതിൽ ചിലപ്പോ ഇത്തിരി മുടിയൊക്കെ കൂടൂട്ടോ. അതാ ഇതല്ല, ഇതല്ല, ഇതാണ് എന്റെ ബാബുവേട്ടാ. അപ്പൊ എല്ലാരെയും കാണിക്കാലോ അല്ലേ തിരിച്ചിട്ട്? അറിയാത്തവർ ചെയ്തത്. അതെ, അറിയാത്തവർ ചെയ്തത്. തെറ്റിയാലും ഒരു കുഴപ്പമില്ല. അതാണ് ബാബുവേട്ടൻ ഉറപ്പിക്കണത് അല്ലേ? ഉറപ്പിച്ചോ ബാബുവേട്ടാ? ഇത് തന്നെ. ബാബുവേട്ടൻ ഇത് ഉറപ്പിച്ചോ? ടെൻഷൻ തരാതെ ബാബുവേട്ടൻ ഇത് ഉറപ്പിക്കാണോ? ഇത് തന്നെ ബാബുവേട്ടാ. ബാബുവേട്ടൻ ഇത് ഉറപ്പിച്ച പിന്നെ മാറ്റാൻ പറ്റില്ല. വേറെ രണ്ടാമതൊരു ഓപ്ഷൻ കൂടെ എടുത്തു വെച്ചോ. ഒരു തരം, ഒരു തരം, 2 തരം, 3 തരം. ഒരു തരം, 2 തരം, 3 തരം. എന്റെ ബാബുവേട്ടാ. ബാബുവേട്ടൻ മുമ്പോട്ട് നീങ്ങുന്നേ. ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആള്. ബാബുവേട്ടനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ഇതാണ്. ബാബുവേട്ടൻ ഇങ്ങനെയാണോ ബാബുവേട്ടനെ കാണുന്നത്? ബാബുവേട്ടൻ ഇതിൽ നിറച്ച് മുടിയല്ലേ ബാബുവേട്ടാ? അതൊന്നും കണ്ടില്ലേ ബാബുവേട്ടൻ? കണ്ടോ? അയ്യോ അത് ഞാൻ ശ്രദ്ധിച്ചില്ല. ഇത് എത്ര വയസ്സിലെ ബാബുവേട്ടനാണ്? ബാബുവേട്ടൻ തന്നെ ആദ്യം പറഞ്ഞ ഇത്ര നന്നായിട്ട് അവള് വരയ്ക്കില്ലാന്ന്. ആ പിന്നെ എന്തിനാ ഇത് സെലക്ട് ചെയ്തത്? കണ്ടോ, ഞങ്ങൾ മാക്സിമം സഹായിക്കാൻ നോക്കിയതല്ലേ? ഒന്നുകൂടി ഉണ്ട്. 2 തരം വേറെ ഒരെണ്ണം കണ്ടുപിടിച്ചിട്ടുണ്ട്. അവിടെ ഞാൻ 2-3 ഹിന്റ് തരാം. ലീനയ്ക്ക് പടം വരയ്ക്കാൻ അറിയില്ല. അതറിയില്ല. അത് ഹിന്റ് അല്ല, അതില്ല. ആ ലീലയാണ് ബാബുവേട്ടനെ വരച്ചത്. ഇതാണ് ബാബുവേട്ടാ. ആണോ? അപ്പൊ രണ്ടാമത് ബാബുവേട്ടന് ഡൗട്ട് തോന്നിച്ച ഒരു പിക്ചർ ഉണ്ട്. അതും കൂടെ നമുക്ക് നോക്കാം. തിരിച്ചു സഞ്ജു. ഓക്കെ, ഇതാണ് ബാബുവേട്ടാ. ആദ്യമേ പറഞ്ഞില്ലേ ബാബുവേട്ടാ, ഈ ലീന വരയ്ക്കാൻ അറിയാണ്ട് വരച്ചാണെന്ന്. ബാബുവേട്ടാ ഈ പടം എവിടെ കണ്ടിട്ടുണ്ടോ?
അത് വരയ്ക്കാൻ അറിയാത്ത ആൾക്കാരല്ലേ ആ അതുകൊണ്ട് നമുക്ക് ഇതാണ് എന്ന് വിചാരിക്കും. നമ്മള് പണ്ട് മറ്റേ ദൂരദർശനിലൊക്കെ പരസ്യം വരും, നമുക്ക് കുട്ടികൾ 2 3 മതി, അതിലേറെ കുട്ടികൾ വേണ്ട എന്നൊക്കെ പറഞ്ഞൊരു പരസ്യത്തിൽ വരുന്ന ആളുടെ ചായ ഉണ്ട്. അയാളുടെ ചായ. ഉണ്ടല്ലേ? അല്ല, എനിക്കറിയില്ല. എന്തായാലും ബാബുട്ടിന് ചായ ഇല്ലെന്നാണ് ബാബുട്ടൻ പറയണേ. അല്ല, അത് വരില്ല. അത് വരില്ല. ആ കേട്ടോ, അത് വരില്ല. വരയ്ക്കാൻ അറിയില്ലല്ലോ. ആ ഇല്ല. അതുകൊണ്ട് പക്ഷെ അത് വരൂലേ? ഇത്തിരി ക്ലിയർ കണ്ടോ? അപ്പൊ ഇത് clear കണ്ട് നല്ല നല്ല രസമുണ്ട്. നല്ല രസമുണ്ട്. അപ്പൊ ഞാനെന്താ ആദ്യത്തെ പടം നല്ല രസമാണ്. നമ്മൾ ചായക്കളന്ന് മേടിച്ച പടമാണ്. ഇന്ന് നമുക്ക് ലീനയും കൂടി ഇങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്യാം. ഒരു ലീന ഏത് വരച്ചാലും അടിപൊളിയായിരിക്കും. ഏത് വരച്ചാലും ഓ അതാണ് 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 ബാബുവേട്ടന്റെ കോംപ്ലിമെന്റ് ചെയ്യുന്നത്. അതാണ് അതല്ലേ മാം ഉദ്ദേശിച്ചത് നേരത്തെ? അത് തന്നെ ഞാൻ അംബിയ മാം നേരത്തെ ഉദ്ദേശിച്ചത്. അതായത് നമ്മള് ഭാര്യനെ കോംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഭാര്യനെ തന്നെ കോംപ്ലിമെന്റ് ചെയ്യണം, നമ്മളെ അല്ല. അല്ലേ? അതാണ് പോയിന്റ്. അപ്പൊ ലീന സന്തോഷമായോ? രണ്ടാമതാണെങ്കിലും ബാബുട്ടൻ കണ്ടുപിടിച്ചു. സന്തോഷമായി. ബാബുട്ട ലീനയുടെ ഒരു 10 ക്വാളിറ്റീസ് പറഞ്ഞേ, പെട്ടെന്ന് പറയണം. ലീനനെ പറ്റി അല്ല, ലീനയുടെ 10 ഗുണങ്ങൾ ലീനയുടെ പറയൂ. അതുകൊണ്ടല്ല ഏട്ടൻ ഇങ്ങനെ പെട്ടെന്ന് ചോദിക്കുമ്പോൾ പറയാൻ കിട്ടും. എന്നാ പതുക്കെ ലീന, എന്റെ പൊന്ന് ലീന. അതിപ്പോ ചേട്ടൻ പറഞ്ഞാലേ ലീന വെറുതെ ലീന ബാബുവേട്ടന് വേണ്ടി സംസാരിക്കില്ല. ബാബുവേട്ടൻ തന്നെ പറയൂ. ലീന ഉടനെ വക്കീലോ? 10 നല്ല കല്യാണം വക്കീലോ? ജാമ്യം കഴിഞ്ഞിട്ട് എത്ര നാളായി ബാബുട്ടൻ? 12 വർഷമായി. 12 വർഷമായി. അപ്പൊ അന്ന് കണ്ട ലീന ഇന്ന് കണ്ട ലീന ഒത്തിരി വ്യത്യാസം ഉണ്ടായിരിക്കുമല്ലോ. ഒരുപാട് മെച്യൂരിറ്റി ഒക്കെ വന്നിട്ടുണ്ട്. എല്ലാ കാര്യം കൈകാര്യം നന്നായി ചെയ്യും. ഒരു ബാബുചേട്ടൻ ഇടയ്ക്ക് നന്നായിട്ട് കൈകാര്യം ചെയ്യാറുണ്ടോ? ബാങ്കിലായിക്കോട്ടെ, ആ. കുട്ടികളെ കൊണ്ടുവിടുന്നതോ, എന്ത് കാര്യമാണെങ്കിലും കൈകാര്യം ചെയ്യും. ബാബുവിന്റെ പ്രസൻസ് ഇല്ലെങ്കിൽ പോലും ആള് ഇല്ലെങ്കിലും എല്ലാം നന്നായിട്ട് കൈകാര്യം ചെയ്യും. ബാബുട്ട പാചകമൊക്കെ ഇങ്ങനെ നന്നായിട്ട് നല്ല ഭക്ഷണം നന്നായി ചെയ്യും. ബാബുട്ടിനെ നന്നായിട്ട് നോക്കൂ അല്ലേ? ഓ, എല്ലാ കാര്യവും നന്നായി നോക്കും. ഇനി ഇഷ്ടമില്ലാത്തൊരു കാര്യം പറയോ? ഇഷ്ടമില്ലാത്തൊരു കാര്യം, ലീനയുടെ സ്വഭാവത്തിൽ ഇഷ്ടമില്ലാത്തൊരു കാര്യം പറയോ? അല്ല, കുറച്ച് ദേഷ്യം വരും. അത് എല്ലാ വീട്ടിലും ഉള്ളതാണ്. ആ. അത് ഞങ്ങളെ കുറച്ച് ദേഷ്യപ്പെടുകയും ചെയ്യും, അപ്പൊ തന്നെ ചേരുകയും ചെയ്യും. അപ്പൊ അതാണ് അതാണ്, കുറച്ച് ദേഷ്യം, പക്ഷെ അപ്പൊ തന്നെ അത് കോംപ്രമൈസ് ആവും. അതാണ്. It's amazing to see two souls as one. And നമ്മള് ചില പേർക്ക് ദൈവം വരയ്ക്കാനുള്ള ആ കഴിവ് കൊടുത്തിട്ടുണ്ട്. ലീനയ്ക്ക് അങ്ങനെ തന്നിട്ടില്ല. ലീന എന്നെ കുറേ ചിരിപ്പിച്ചു എന്തായാലും ഇന്ന്. But the fact is how he took it. Babuattan, he knows that you don't know how to draw. എന്നിട്ടും he chose the best picture out of everything. That was so sweet. അതാണ് വിശ്വാസം. അതാണ് വിശ്വാസം. മോൻ വന്നിട്ടുണ്ടല്ലേ? ഇനി മോനെ കൂടെ. ബാബുചേട്ടൻ ലീനയുടെയും മോൻ 2 മക്കളാണ്. ഒരാള് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് ഇന്ന്. പേരെന്താ? ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 5th-ലോ? അമ്മ അച്ഛന്റെ ഒരു പടം വരച്ചിട്ടുണ്ട്, കണ്ടുപിടിക്കാൻ പറ്റുമോ? പറ്റുമോ? ഏതാണ്? ഒന്ന് നോക്കാം. ഇതാണോ? അല്ല, അമ്മ എത്ര നന്നായിട്ട് വരയ്ക്കോ? അതല്ല. ഇതാണോ? ഇത് അല്ല, ഇതാണോ? നോക്ക് ശരിക്ക്. അല്ല, ഇതാണോ? ചായ ഉണ്ട് അല്ലേ? ഇനി വേറെ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി വേറെ 2 കൂടി ഉണ്ട്, അത് നോക്കിട്ട് നമുക്ക് പറയാം അല്ലേ? വരൂ. ഇതാണോ? അല്ല. അല്ല. കേട്ടോ, അവൻ ഒറ്റ നോട്ടത്തിൽ ബാബുട്ട കണ്ടോ? ഇതല്ലാന്ന്. ഞാനാ വരച്ചത്, അതും കൂടെ നോക്കി. ഇത് മമ്മി വരച്ചാണ്. ആണ്. എന്റെ വരയ്ക്കാനുള്ള കഴിവ് എന്റെ മോനറിയാം. എന്റെ പ്രൊജക്ട് കൊണ്ടുവരുമ്പോഴേ എന്തേ വരയ്ക്കാൻ പറഞ്ഞ ആ ഭാഗത്തേക്ക് പോവില്ല. നീ വരച്ചപ്പോ നന്നായി വരയ്ക്കും. കറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഇവരുടെ ആ ഒരു ടാസ്കും കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. സോ ലീന ആൻഡ് ബാബുചേട്ടൻ, താങ്ക് യു സോ മച്ച്. നമുക്ക് നമ്മുടെ അടുത്ത കണ്ടസ്റ്റന്റ് ഭർത്താവിനെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. കൃഷ്ണയുടെ ഭർത്താവ് മനീഷാണ് വേദിയിലേക്ക് വരുന്നത്. കൃഷ്ണ വരച്ച മനീഷിന്റെ ചിത്രം ഐഡന്റിഫൈ ചെയ്യാൻ. അപ്പോ കൃഷ്ണ വർണ്ണിച്ച കൃഷ്ണയുടെ മനീഷാണ് നിൽക്കുന്നത്. കൃഷ്ണ ഒന്ന് പറയാം, എന്തൊക്കെയായിരുന്നു ഫീച്ചേഴ്സ്? എല്ലാം മുടി നല്ലതായിട്ടുണ്ട്, ഉള്ളുള്ള മുടിയുണ്ട്. പിന്നെ സൈഡിൽ ഇവിടെ ഇങ്ങനെ ഒരു കർവ്, ഈ സൈഡിൽ ഇങ്ങനെ ഒരു ഇതുണ്ട്, 2 സൈഡിലായിട്ട്. 2 സൈഡിലേക്ക് ഞാൻ ഗന്ധർവന്റെ ഗന്ധർവൻ. പിന്നെ മൂക്കിന്റെ ഇവിടെ തടിച്ചതാണ്, മണ്ണുള്ള മൂക്കാണ്, കിഴിച്ചുകൊണ്ട് തടിച്ചതാണ്. പിന്നെ ഇവിടെ ഒരു ചെറിയ വെട്ട്, ഒരു കുനിപ്പ്. അപ്പൊ ഇതൊക്കെ വെച്ചിട്ടാണ് ഭാര്യ ചിത്രം വരച്ചിരിക്കുന്നത്.
ഇവിടെ 6 പേരുടെ ചിത്രം 6 പേര് വരച്ചതുണ്ട്. അതിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യണം കൃഷ്ണ വരച്ച ചിത്രം ഏതാണ്. ഓക്കെ, അതല്ല അതല്ല ഇതാണോ? ഇതുമല്ല. ഇതാണോ? രണ്ടെണ്ണമാണ് കൺഫ്യൂഷൻ. ഏത് രണ്ടെണ്ണം? ഇതും പിന്നെ ഇതും അതും. ഇതും ഉണ്ടാവാനാണ് സാധ്യത. ഏത് ഇത് ഇത് എന്തുകൊണ്ടാണ്? വേണമെങ്കിൽ ഒന്നും കൂടെ രണ്ടും കൂടെ ഒന്ന് ക്ലോസ് ആയിട്ട് നോക്കിക്കോ. നന്നായിട്ട് ഒബ്സർവ് ചെയ്തിട്ട് പറഞ്ഞാൽ മതി. അതാകാനാണ് സാധ്യത. ഇതാകാനാണ് സാധ്യത. അതെ അല്ലേ? ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ അത്. രണ്ടാമത്തെ ഓപ്ഷൻ ആയിട്ട് നമുക്ക് അത് വെച്ചേക്കാം. ഓക്കെ. ഉറപ്പിക്കാനുള്ള കാരണം എന്താണ്? ഒരു ഷേപ്പ് അതിലൊക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഷേപ്പ് വരുന്നുണ്ടെന്ന് തോന്നുന്നു. പിന്നെ വേറെന്താ? ആ എഴുത്ത് കണ്ടിട്ടോ, സൈഡിലെ കളറൊക്കെ കണ്ടിട്ടോ? രണ്ടും എഴുത്ത് ഒരുപോലെ തോന്നണത്. അതാണ് പ്രശ്നം പറ്റിയ. നമുക്ക് ഏതാ ഉറപ്പിക്കണ്ടേ? ഇത് ഉറപ്പിക്കാം. ഒരു തരം, 2 തരം, 3 തരം. അപ്പോ ഈ കാണുന്ന ആളിനെയാണ് നമ്മൾ ഈ പടത്തിൽ ചതി ചതി. ഇതല്ലേ കൃഷ്ണ ഓർക്കുക. കൃഷ്ണ ഇപ്പൊ പറയാ ചതിച്ചതാ, എന്നെ ചതിച്ചതാ, ആ ഡിപ്പാർട്ട്മെന്റ് ചതിച്ചതാ. കൃഷ്ണ പെയിന്റ് ചെയ്ത് പോയി. ഇമ്മീഡിയറ്റ്ലി അവര് ഏകദേശം അതുപോലെയൊക്കെ വരുന്ന, എന്നാ പക്ഷെ അതുപോലെ അല്ലാത്തൊരു പടം വരച്ച് ഇതിന്റെ കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഉണ്ടായിരുന്നു. അവര് വരച്ചതുമായിട്ട് സിമിലാരിറ്റി ഉള്ള ഒരു ചിത്രം അവരും വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ജസ്റ്റ് മിസ് ആദ്യം സെലക്ട് ചെയ്തതായിരിക്കാനാണ് സാധ്യത. ഏതാണ് ആദ്യം സെലക്ട് ചെയ്തത്? രണ്ടാമത് പറഞ്ഞത് ഇതാണ്. മനീഷ് നോക്കിയപ്പോ അതിന് കുറച്ചും കൂടെ പെർഫെക്ഷൻ. അപ്പൊ ഇനി അത്ര പെർഫെക്ഷൻ വന്നില്ലെങ്കിലോ വിചാരിച്ചിട്ടാണ് ഇത് പറഞ്ഞത്. അതിലൊരു മുടിയൊക്കെ പതിഞ്ഞിരിക്കണം, അതാണ് ഒരു സംശയം വന്നത്. ഒരു ഹെഡ് മാസ്റ്ററുടെ ചായ ഉണ്ട് അല്ലേ? ഹെഡ് മാസ്റ്ററുടെ ചായ ഉണ്ട്. കൃഷ്ണ ഇപ്പൊ ആരെയാ മുമ്പിൽ കൊണ്ട് തരണ്ടേ? ആ ഡിപ്പാർട്ട്മെന്റുകാരെയാണോ, പ്രൊഡ്യൂസറിനെയാണോ? ഞാനത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് സൈഡിൽ അത് വരച്ചു വെച്ചത്. എന്റെ മാസ്റ്റർ പീസാ. എന്താണ് മാസ്റ്റർ പീസ് ആയിരുന്നു ഈ റെഡ്? അല്ല, അത് കാണാൻ നേരത്തെ എന്തായാലും മനസ്സിലാക്കുമെന്നുള്ള ഒരു ഇതിലാണ് ഞാനത് വരച്ചു വെച്ചത്. സൈഡിലായിരുന്നെങ്കിൽ പിടികിട്ടിയാനേ. അപ്പൊ ആർട്ടിനെ കുറ്റം പറയാൻ പറ്റില്ല. നിങ്ങള് ക്ലൂ കൊടുത്തു, നിങ്ങളെ ആർട്ട് വേറെ ക്ലൂ കൊടുത്ത് ചതിച്ചു. കോംപ്ലിമെന്റ് ചെയ്യാറുണ്ടോ? അങ്ങനെ നന്നായിരുന്നു എന്ന് പറയാറുണ്ടോ? അതോ ചിലപ്പോ ഇത്തിരി അതൊന്നും നല്ല കാര്യങ്ങളൊന്നും പറയാത്ത ഇത്തിരി വാശിയോടുകൂടിയൊക്കെ നിൽക്കുന്ന? കറിക്ക് ഉപ്പ് കൂടിയാലും എരിവ് കൂടിയാലും ദേഷ്യപ്പെടാറുണ്ടെന്ന് കൃഷ്ണ കവിതയിൽ പറഞ്ഞു. ഓർക്കണം. അല്ലാതെ ഇതെന്തെങ്കിലും നന്നായി കഴിഞ്ഞാൽ നന്നായി എന്ന് പറയാറുണ്ടോ? നന്നായി കഴിഞ്ഞാൽ നന്നായി എന്ന് പറയാറുണ്ട്. അങ്ങനെ പറയേണ്ടി വരാറില്ല. അങ്ങനെ പറയേണ്ടി വരാറില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇവരെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. കാരണം എവിടെയാണ് ആ ട്വിസ്റ്റ് ഉണ്ടാവുക എന്ന് നമുക്ക് ആർക്കും അറിയില്ല. അത് നിങ്ങൾക്കുള്ള ഒരു ലെസനാണ്. അതുകൊണ്ട് ഇനി വീട്ടിൽ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഇത് ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതായിരിക്കും അടയാളം, അങ്ങനെ ചെയ്യുമ്പോൾ ഇതായിരിക്കും അടയാളം, നിങ്ങൾ ആരും പറഞ്ഞു വെച്ചിട്ട് കാര്യമില്ല. അത് നിങ്ങൾ അതിൻ്റെ PhD ആണ് നമ്മുടെ ഇവിടുത്തെ ക്രിയേറ്റീവ് ടീം. എനിവേ, ഗോഡ് ബ്ലെസ്. നിങ്ങളെല്ലാവരും പോർട്രേറ്റ് വരച്ച് ഭയങ്കര പാടുപെട്ട് ഇറ്റ് കുഡ് ഹാവ് ബീൻ ഓൾസോ ദി അതർ വേ. യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ ആം സെയിങ്? നോ, നിങ്ങളെല്ലാവരും പോർട്രേറ്റ്സാണ് വരച്ച്. പക്ഷേ കൃഷ്ണ, യു ഹാവ് ഡ്രോൺ ഭയങ്കര പാടുപെട്ട് ഹസ്ബൻഡ് മുഖം വരച്ചിട്ട് യു ആർ സെയിങ് ഞാൻ ഈ സൈഡിലേക്ക് വരച്ചത് അത് അറിഞ്ഞെടുക്കാൻ. ദാറ്റ് ഈസ് ജസ്റ്റ് നോട്ട് ഓക്കെ. ദാറ്റ് ഈസ് നോട്ട് ഓക്കെ. ബിക്കോസ് ദാറ്റ് ഈസ് ലൈക്ക് തെളിവ് കൊടുക്കുന്ന പോലെ. ദാറ്റ് ഈസ് നോട്ട് ഓക്കെ വെൻ യു ഡു, when you hint, when you're trying to give a hint. അല്ല മാം, ഹിറ്റ് കൊടുത്തല്ല, ജസ്റ്റ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തേ ഉള്ളൂ. അല്ലാതെ ഐഡന്റിഫൈ ചെയ്യാൻ നമ്മളെല്ലാരും വിചാരിച്ചേ. പക്ഷെ ഇപ്പം കൃഷ്ണ പറഞ്ഞത് ഞാൻ വിചാരിച്ചു അത് കാണുമ്പോൾ നോ ഇറ്റ് ഈസ് മൈൻ. അല്ല, ഞാൻ ഹാൻഡ് പെയിന്റ് ചെയ്യാറുണ്ട്. അപ്പം അതന്നെ. കൃഷ്ണ ഈ എപ്പിസോഡ് കാണുമ്പോൾ ആദ്യം പറഞ്ഞതൊന്ന് കേട്ടേ നന്നായിട്ട്. ഞാനത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് സൈഡിൽ അത് വരച്ചു വെച്ചത്. എന്റെ മാസ്റ്റർ പീസ്. അല്ല, അത് കാണാൻ നേരത്തെ എന്തായാലും മനസ്സിലാക്കുമെന്നുള്ള ഒരു ഇതിലാണ് ഞാനത് വരച്ചു വെച്ചത്. അത് ഞാൻ പറഞ്ഞു അപ്പുറത്തെ ഒരു അങ്ങനെ ഇതായിട്ട് പറഞ്ഞതല്ല. ഓക്കെ. So anyway, I mean, it just don't take the fun out of Malayali Veetamma. That's all. So നമ്മുടെ കണ്ടസ്റ്റൻസ് ഇവിടെ റെഡിയാണ്. മാർക്സ് കേൾക്കാൻ വേണ്ടിയിട്ട് അവർ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ എന്താണ് അവർക്ക് നമുക്ക് കൊടുക്കാനുള്ളത്? Juvita, let me start with you. Yeah, Juvita ഭയങ്കര ആർട്ടിസ്റ്റ് ആണ്. നല്ല ഭംഗിയായിട്ട് വരച്ചു.
Sivi found out, but that was not the criteria. I mean, namakku vendi, we want to see the unity, we want to see the love, we want to see the genuinity, ellam, what makes a husband and wife, you know. So adonda, you get 80 on 100. Thank you, ma'am. Krishna, you get 75. Leena, 83 on 100. Basically, kandupidichillengilum you got the highest marks. Highest mark. You 83 understand, on 100. and that is not because the task was varacha kandupidikka, but this is Malayali Veetamma. This is about the the magic. There is magic between you guys and your husband. So, ഇവര് പറഞ്ഞു വിടുന്നതിന് മുമ്പ് ഞാൻ നമ്മുടെ അമ്മച്ചിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അമ്മച്ചി പ്ലീസ്. അല്ല, എനിക്കും പറയാനുള്ളത്, അതായത് നമ്മൾ ലൈഫിൽ വളരെ കുറച്ച് സമയം നമ്മളൊരു ഭാര്യാഭർത്താവാണെന്ന് പറഞ്ഞാലും എല്ലാവരും ബിസിയാണ്. ഒന്നില്ലെങ്കിൽ ഓഫീസ്, അല്ലെങ്കിൽ വർക്ക്, ഇതൊക്കെ കഴിഞ്ഞ് വളരെ കുറച്ച് സമയം ഹസ്ബൻഡും വൈഫും കൂടെ ഒരുമിച്ച് ഇരുന്ന് ഒന്നില്ലെങ്കിൽ ഡിന്നർ കഴിക്കുന്നു, അല്ലെങ്കിൽ രാവിലെ ഉള്ള സമയം വളരെ ലിമിറ്റഡാണ് നമ്മുടെ കയ്യിൽ. ആ സമയത്ത് നമ്മൾ അവർ ചെയ്ത വർക്കിനെ കുറിച്ചോ, അല്ലെങ്കിൽ ഒരു ഫുഡ് ഉണ്ടാക്കി വെച്ചോടി ഇന്ന് ഫുഡ് നന്നായിരുന്നല്ലോ, കൊള്ളാം, എന്നാ ചെയ്തേ എന്ന് പറയുന്നിടത്ത് അവർക്ക് കിട്ടുന്ന സന്തോഷം. എസ്പെഷ്യലി പെൺകുട്ടികൾ വർക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും ഐ ആം ഏണിങ്, എനിക്കങ്ങനെ ആരെയും ബോധർ ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് നിസ്സാര സംഗതികൾക്കാണ് നമ്മളൊരു മാരീഡ് ലൈഫ് സ്പോയിലാക്കി കളയുന്നത്. അതേസമയം ഒരു ചെറിയ വാക്കുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് കിട്ടാവുന്ന സന്തോഷം അൺലിമിറ്റഡ് ആണ്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല അതിൽ നിന്ന്. ഫോൾസ് ആണെങ്കിൽ പോലും ഒന്ന് പറയുക. കുറച്ച് പാല് തരുമോ ചേട്ടാ? അതങ്ങ് കൈമാറിക്കോളാം. ഓക്കെ, അപ്പൊ നമുക്ക് പ്രോസസ്സിലേക്ക് തുടങ്ങാം. ഇവന്റെ പാൽ ആരും ചുരത്തിയിട്ടില്ല, അതുകൊണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഞാനും വരട്ടെയോ ടങ്കിണക്കിനട്ടായി നിന്റെ കൂടെ ടങ്കിണക്കിനട്ടായി. മലയാളി വീട്ടമ്മയിൽ സുവർണ കിരീടം ചൂടുന്ന വീട്ടമ്മയ്ക്ക് കോൺഫിഡന്റ് ഗ്രൂപ്പ് സമ്മാനിക്കുന്നു 1 കോടി വിലമതിക്കുന്ന ഫ്ളാറ്റും ടൊയോട്ട ക്രിസ്റ്റ കാറും. Flowers celebrating motherhood. മലയാളി വീട്ടമ്മ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു അടിപൊളി ഔട്ട്ഡോർ ടാസ്ക് ആണ്. ശ്രീകുട്ടി ഫ്രം ട്രിവാൻഡ്രം. അല്ല, ഈ ശ്രീകുട്ടി ഒന്ന് ചിരിച്ചു കഴിഞ്ഞാൽ പിന്നെ ചുറ്റുള്ളൊന്നും കാണാൻ പറ്റില്ല. എന്താ കണ്ണൊക്കെ അടഞ്ഞു പോയിട്ട് കണ്ണില്ല, പിന്നെ എപ്പോഴും ഈ ചിരി തന്നെയാണ്. ഗുഡ്. ശ്രീകുട്ടി ഒരു പാട്ട് പാടുന്നോ? ഞാനോ? പാട്ടിനോട് അത്ര വലിയ ബുദ്ധിമുട്ടാണ്. പാട്ട് നൃത്തമാണോ താല്പര്യം? നൃത്തം പിന്നെ ഒരു കൈ നോക്കാം. പറഞ്ഞാൽ എന്തും ചെയ്യും, അങ്ങനെ പാട്ട് ഡാൻസ് ഒന്നുമില്ല. ഒരു പാട്ട് പാടുമായിരിക്കും. പാട്ട് നമുക്കൊരു തമാശ പാട്ടാക്കിയല്ലോ. എന്തായാലും ചിരിക്കാനാണ് ആളുകളെ പ്രതീക്ഷിക്കുന്നത്. അല്ല, സീരിയസ് ആയിട്ട് പാടിയാൽ മതി. ചിരിക്കുന്നവരെ ഞങ്ങള് ശ്രീകുട്ടി ഒരു പാട്ട് കൂടെ പാടണം. കാനന ചാലയിൽ ഞാനും വരട്ടെയോ ടങ്കിണക്കിനട്ടായി നിന്റെ കൂടെ ടങ്കിണക്കിനട്ടായി ഇന്നു വേ ടങ്കിണക്കിനട്ടായി നിന്നെ ഒരിക്കൽ ഞാൻ ടങ്കിണക്കിനട്ടായി കാനന ചാലയിൽ ടങ്കിണക്കിനട്ടായി എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇന്നു വേണ്ട ടങ്കിണക്കിനട്ടായി ദിവസമാക്കാൻ. അല്ല, ക്ഷമിക്കണം, എനിക്ക് പ്രേക്ഷകരോടും ഫ്ലവേഴ്സിന്റെ എല്ലാരും എന്നോട് ക്ഷമിക്കണം. ജസ്റ്റ് ഫോർ ഫൺ ഒന്ന് ചിരിക്കാൻ വേണ്ടി ചെയ്യുന്നേ ഉള്ളൂ. എന്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ. ശ്രുതി ചോദിക്കല് നിർത്തും. എല്ലാ നിർബന്ധിക്കില്ല, ആരും നിർബന്ധിക്കില്ല, ആവർത്തിക്കില്ല. നിങ്ങൾക്കുള്ള പണിഷ്മെന്റ് ആണ്. വലിയ ഉപകാരം. നമുക്ക് എന്നാ ടാസ്കിലേക്ക് പോവാം. ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ പാട്ട് ഞാൻ പാടാനായിട്ട് ഒരു റീസണും കൂടെ ഉണ്ട്. കാനന ചാലയിൽ എന്തിനാ നമ്മൾ പോകുന്നത്? ആടിനെ മേയ്ക്കാനാണ്.
ബാക്കി നിങ്ങൾ കണ്ടോ. ഇന്നത്തെ നമ്മുടെ ടാസ്ക് എന്താന്ന് വെച്ചാൽ വളരെ ഈസിയാണ്. ഈ ആടിനെ കറന്ന് അതിൻ്റെ പാലെടുക്കുക. അത് വെച്ചിട്ട് ഒരു ഔഷധ ഗുണമുള്ള എന്താ പറയുക, ഒരു മെഡിസിനൽ ഒരു എന്തെങ്കിലും ഇഷ്ടമുള്ള ഒരു സാധനം നമുക്ക് ഉണ്ടാക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. സിമ്പിൾ ആണല്ലേ? കഴിഞ്ഞ ഒരു ട്രൈ അങ്ങോട്ട് കൂടെ തരാം, അപ്പൊ മനസ്സിലാവുന്നില്ല. എന്നെ കൊണ്ട് കഴിയുന്ന അത്ര സഹായങ്ങൾ ഞാൻ ചെയ്തു തരുന്നതായിരിക്കും. അല്ലേ, നമുക്ക് ചെയ്യാം. ആദ്യം ഞാൻ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അകിട് കഴുകാം. വളരെ അനുസരണയുള്ള ആളാണ് മോനെ. കുംഫു പോവല്ലേ മോനെ. എന്താ എന്റെ പേര്? കുംഫു പോവല്ലേ. കുംഫു. ഇവനെ കൈ വിട്ട് അവൻ ചാടും. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പിടിച്ചേക്കുന്നത്. ഓക്കെ, നമുക്ക് മനസ്സിലായി. വളരെ എളുപ്പമാണ്. അടങ്ങി നിൽക്കെന്റെ മോനെ. കുംഫു ഇങ്ങനെ ഒന്നും കറന്നിട്ടില്ല. ഇത് ഇങ്ങനെ ചൊരത്താൻ വേണ്ടി ഞാൻ ഇങ്ങനെ ചെയ്യുന്ന ഓരോ വീഡിയോസിലെ കണ്ടിട്ടുണ്ട്. കാരണം ഓൾറെഡി ചൊരന്ന് പോയിട്ടുണ്ടെങ്കിൽ കേട്ടിട്ടുണ്ട്, ആട് വീട്ടിലുണ്ടെങ്കിൽ എപ്പോൾ എടുത്താലും കുറച്ചെങ്കിലും പാല് തരും, ഒരു ഗ്ലാസ് പാലെങ്കിലും തരുന്നുള്ളൂ. പാവട്ടോ, നമ്മുടെ ശ്രീകുട്ടി ചേച്ചി ഇവിടെ ആടിട്ട് ഓടിച്ച് ഇവിടെ ഒരു വലിയ ചവിട്ട നാടകം നടക്കുമായിരുന്നു. നമ്മൾ വിചാരിച്ച പോലെയല്ല കേട്ടോ, പശുവിനെ പോലൊന്നും അല്ല. ആടൊരു ഭീകരൻ തന്നെയാണ്. ഇതിന്റെ പാല് കിട്ടാൻ പെട്ട പാട്. വെള്ളം കിട്ടി വന്നിട്ട് കുറെയൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്നാലും നമുക്ക് മാക്സിമം കറക്റ്റ് ചെയ്യണമെന്നല്ലേ പറഞ്ഞത്. ഓൾറെഡി കുട്ടി ചെറുത്തിയുണ്ട്, കുറച്ചുകൂടെ വേണം തോന്നുന്നു എനിക്ക്. ഈ നാട്ടിൽ വേറെ ആടുകളുണ്ടല്ലോ. അപ്പൊ നമുക്ക് അടുത്ത പണി കൊടുക്കാം. പാലിന്റെ അളവ് ഇത്രേ ഉള്ളൂ, നമുക്കിത് പോരാ. അപ്പൊ എവിടെയാന്ന് വെച്ചാൽ എങ്ങോട്ടാന്ന് വെച്ചാൽ പൊക്കോ, ഞങ്ങൾക്ക് അറിയണ്ട. അപ്പം നമ്മള് ഇതൊരു കുട്ടപ്പഞ്ചേട്ടന്റെ വീടാണ്. ഓക്കെ, നമ്മൾ അച്ഛനൊക്കെ പരിചയമുള്ളതാണ്. ഇതൊരു കുട്ടി ഫാമാണ്. ചേട്ടൻ ഇവിടെ എല്ലാ ജന്തുക്കളും ഉണ്ട്. ഈ കാലം ഒരാള് പൊക്കി പിടിക്കുന്നത് ശ്രുബല കുറച്ച് ടാസ്ക് ഒക്കെ വേണ്ടേ? ഞാൻ വേണമെങ്കിൽ പിടിച്ചോ. അപ്പം ചേട്ടാ അതങ്ങ് കൈമാറിക്കോളാം. അപ്പൊ ഇത് മുറുക്ക് പിടിക്കണം. പിടിക്കാൻ വേണ്ടി വേറെ ഒന്നുമില്ല. അപ്പൊ എന്റെ കൈ മുറ്റിയാക്കി പാല് ഇത് ഇവൻ ഇണക്കം ഇല്ലാത്തവനായതാണ് ഈ പിടിക്കേണ്ടത്. നേരത്തെ ഇത്ര വലിയൊരു പരിപാടിയൊന്നും ഞാൻ അറിഞ്ഞില്ല. ഇവന്റെ പാൽ ആരും ചെറുത്തിയിട്ടില്ല, അതുകൊണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അവൻ എന്റെ പുറത്താ നിക്കുന്നത്. തൈസി കയറിക്കടാ. ഇനി നമുക്ക് മാക്സിമം കിട്ടുന്ന ബാക്കി പാലും കൂടി എടുത്തിട്ട് വേഗം പോവാ, വേഗം ചെയ്യാ. ഇവര് തമ്മിൽ ഫ്രണ്ട്സ് ആയി. ഇത് നോക്കൂ, ഭയങ്കര സ്നേഹബന്ധം. ചേട്ടൻ പറഞ്ഞത് ഒറ്റയ്ക്ക് രണ്ടുപേര് വേണമെന്നാണ്. ഞാൻ അവനെ മേരിക്ക് ഒന്നാക്കി. പാലിനുള്ളതായി 1.5 ലിറ്റർ കിട്ടി തോന്നുന്നു. നോക്കാം നമുക്ക് എത്ര ഉണ്ടെന്ന്.
എൻ്റെ അമ്മോ, അങ്ങനെ ഈ ബൗൾ നിറച്ച് നമുക്ക് പാല് കിട്ടിയിരിക്കുകയാണ്. 90% നമ്മുടെ ടാസ്ക് കഴിഞ്ഞു. ഇനി നമുക്ക് കട്ട് ടു ഹോം. അവിടെയാണ് ഇനി നമ്മുടെ സംഭവം മെഡിസിനൽ. അത് നമുക്ക് എന്താണെന്ന് അറിയില്ല. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ നമ്മളിപ്പോൾ വീട്ടിലെത്തി, പാലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടാസ്ക് എന്ന് വെച്ചാൽ ഇത് വെച്ചൊരു മെഡിസിനൽ തിങ് ഉണ്ടാക്കുക എന്നാണ്. ചൗവരിയും കുതിർത്ത് വെച്ചിട്ടുണ്ട്, എള്ളും കുതിർത്ത് വെച്ചിട്ടുണ്ട്. വേവാൻ എളുപ്പമായിരിക്കും. അപ്പോൾ കുറച്ചുകൂടെ ഓക്കെ. അപ്പം നമുക്ക് പ്രോസസ്സിലേക്ക് തുടങ്ങാം. വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ചു നമുക്ക് ചൗവരി കുതിർത്ത് വെച്ചിരിക്കുന്ന ചൗവരി വേവാനിടാം. ആ സമയം കളയണ്ട, നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന എള്ളരയ്ക്കാം. ഏകദേശം വേവാറായി. നമുക്ക് ഇനിയുള്ളത് അതാ നമ്മുടെ മെയിൻ ഐറ്റമായ പാലിൽ കിടന്ന് വേവട്ടെ. കുറച്ച് പാല് ഇതിൻ്റെ ഒരു ഹാഫ് ഒഴിച്ചു മതി. ഇതിൻ്റെ കൂടെ പഞ്ചസാര ഇടും. പഞ്ചസാര ഓക്കെ. പഞ്ചസാര പാലിലിട്ട് അലിയിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് എളുപ്പമായിരിക്കും. അപ്പോൾ അതവിടെ കിടന്ന് വേവട്ടെ. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അടുത്തതിൻ്റെ പണി തുടങ്ങാം. കുറുകാനായിട്ട് വെച്ചിരിക്കുന്ന എള്ള്, അരച്ച് വെച്ചിരിക്കുന്ന എള്ള് കുറുക്കിയെടുക്കാം. രണ്ട് കൈയിലൊക്കെ അധ്വാനമാണ് നമ്മൾ ടാസ്ക് സ്പീഡാക്കാൻ വേണ്ടിയിട്ട്. ഇത് ഒരുവിധമായി. ഒരു ഐറ്റം നമ്മൾ എൻഡിലേക്ക് പോകുന്നു. ഓക്കെ. വായിക്കൂടെ വെള്ളം വരുന്നുണ്ട്. ഇപ്പൊ വായിക്കൂടെ വെള്ളം വരുന്നുണ്ട്. ഇത് എന്തിനാ കഴിക്കുന്നത് അറിയുമ്പോഴത്തേക്ക് എവിടെ കൂടെ വരും എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഒന്നാമത്തെ ഡിഷായി. ഓക്കെ, ചൂടുണ്ട്, സൂക്ഷിച്ചോ. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ഡിഷ് റെഡിയായി. ഇനി നമുക്ക് അടുത്ത സംഭവം റെഡി ആയിക്കൊണ്ടിരിക്കുക. നമ്മുടെ പാല് ഇത് വെന്തു. അപ്പം ഇതിനകത്ത് നമ്മുടെ പാൽ ഒഴിച്ചിട്ട് ആട്ടിൻപാൽ വെച്ചൊരു സ്മൂത്തി നമുക്ക് ഉണ്ടാക്കാം. നമ്മുടെ ഡിഷ് റെഡി ആയിരിക്കുകയാണ്. ഇതിൽ മാങ്ങയും ആപ്പിളും ഉണ്ട്. അത് നമ്മൾ ആട്ടിൻപാലും കൂടെ ചേർത്ത് പഞ്ചസാരയും കൂടെ ചേർത്ത് മിക്സിയിൽ അടിച്ചെടുത്തു. നമുക്കിനി മൂന്നാമത്തെ ഡിഷ് നോക്കാം. യെസ്, ഇത് മാറ്റിയേക്കാം. അപ്പോൾ നമ്മുടെ 3 ഡിഷ് റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ കൊടുത്ത സമയത്തിനുള്ളിൽ നമ്മുടെ ചേച്ചി 3 മെഡിസിൻസ് ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ പ്രിപ്പറേഷൻസ് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇതൊക്കെ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ അതിൽ കുറച്ച് പൊടിക്കൈകളൊക്കെ ആയിട്ട് എന്തിനാണെന്ന് നമുക്ക് ചോദിക്കാം. അപ്പോൾ ബാക്കി നമുക്ക് ഡൈനിങ് ടേബിളിൽ. ഇതെന്താ? കാന്താരിമുളക്. അതായത് കാന്താരിമുളകും ചെന്നിനായകവും ആട്ടിൻപാലും മുട്ടയും കൂടെ ഇളക്കിയാൽ ഒരു പ്രയോഗമുണ്ട്. ഇന്ന് കിട്ടിയ ആടിൻ്റെ തൊഴിയൊക്കെ മാറാനായിട്ട് ലാലേട്ടൻ പറഞ്ഞതാ. അതും കൂടെ ലാസ്റ്റ് ഞാൻ ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. അത് വർക്കൗട്ട് ആവുന്നുള്ളത് ഞാൻ സ്റ്റേജിൽ വന്നിട്ട് പറയാം. ഇതാണ് ഐറ്റം. അപ്പോൾ നമ്മൾ കൊടുത്ത ടാസ്ക് അനുസരിച്ച് ആടിനെ പോയി കഷ്ടപ്പെട്ട് കറന്ന് എന്താ പറയുക, നല്ല മെഡിസിനൽ കുറച്ച് തിങ്സൊക്കെ നമുക്ക് ഉണ്ടാക്കി പരിചയപ്പെടുത്തി തന്നു. സോ ഇനി നമ്മൾ തീരുമാനിക്കേണ്ടത് ജഡ്ജസ്, അവർ ടു ജഡ്ജസ്. അങ്ങനെ ശ്രീകുട്ടി ആടിനെ ഓടിച്ചിട്ട് പിടിച്ച് കറന്ന് ഒരു വിധത്തിൽ പാലൊക്കെ എടുത്ത് എത്ര ടിപ്സാ. ഒരു ടിപ്പ് എന്ന് പറഞ്ഞിട്ട് ഇതിവിടെ ടിപ്പുകളുടെ ഒരു പൂന്തോട്ടമായിരുന്നു. സോ ഓവർ ടു ശ്രീകുട്ടി. ശ്രീകുട്ടിയുടെ ഒരു ടാസ്ക് വരുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അത് ഭയങ്കര ഫുൾ എനർജിയാണ്, ഫുൾ എൻ്റർടൈനിങ് ആണ്. എന്തെങ്കിലും രീതിയിൽ ടാസ്ക് ഫ്ലോപ്പ് ആയാലും ശരി, അത് ശ്രീകുട്ടി എങ്ങനെയെങ്കിലും അത് എൻ്റർടൈനിങ് ആക്കിയെടുക്കും.
അതുപോലെ ആടിനെ കറന്നതും ശ്രീകുട്ടി പുഷ്പം പോലെ പാല് നമ്മൾ പാക്കറ്റിൽ വാങ്ങിച്ചു കൊണ്ടുവരുന്ന ആ ഒരു ഈസി ആ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു ശ്രീകുട്ടി എടുത്തത്. പക്ഷെ ആടിനെ കറക്കുക എന്നുള്ളത് നമുക്കറിയാം വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ കറന്നിട്ടില്ല, പക്ഷെ കണ്ടിട്ടുണ്ട്. ചാടി പോകുന്നുണ്ട്, എനിക്ക് മനസ്സിലായി. അത് ഒരാടല്ല, 2 ആടിനെ കറന്നു. ഇത്രയും ഡിഷസും ഉണ്ടാക്കി. വെൽ ഡൺ, നന്നായി ചെയ്തു. പിന്നെ മോഹൻലാൽ ആക്ടിംഗ് ഒക്കെ ചെയ്തു അല്ലേ? അതെന്ത് ചെയ്തു ആ സംഭവം? അല്ല, അത് ഒരു ഫണ്ടിന് വേണ്ടി ചെയ്തതാണ്. ചെന്നി നായകമൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. ഞാൻ പക്ഷെ ഉള്ളതനുസരിച്ചിട്ട് കാന്താരി മുളകും മുട്ടയും ആടിന്റെ പാലും കൂടി അടിച്ചിട്ട് കുടിച്ചു നോക്കിയായിരുന്നു. വല്ല വ്യത്യാസം വരുമെന്ന് അറിയാനായിട്ട്. എന്നിട്ട് എന്തെങ്കിലും വ്യത്യാസം വന്നോ? പിറ്റേ ദിവസം നന്നായിട്ട് അല്ലാതെ വ്യത്യാസമൊന്നുമില്ല. ശ്രീകുട്ടി ആടിന്റെ ശാസ്ത്രീയ നാമം പഠിച്ചോണ്ടാണോ വന്നത്? ഇല്ല, അതിനൊന്നും പോയില്ല. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഒരു നാഴിക എത്ര മിനിറ്റ് ആണ്? ആടുമായിട്ട് യാതൊരു ബന്ധവുമില്ല, പേടിക്കണ്ട. മിനിറ്റ്. വെരി ഗുഡ്. റോങ് ആൻസർ. ഞാൻ കൈയടിക്കാൻ തുടങ്ങുമായിരുന്നു. 24 മിനിറ്റ്. സാരമില്ല, അടുത്ത ക്വസ്റ്റ്യൻ പറയാം. പോരട്ടെ. ഒരു നാഴി എത്ര ഗ്രാം? അത് സഞ്ജുവിന് അറിയാൻ ചാൻസ് ഉണ്ട്. സാധാരണ വീട്ടില് ഒരു നാഴി. ഒരു നാഴി 1/4 കിലോ. 1/4 കിലോ. ആർക്കെങ്കിലും 200 ഗ്രാം. 1/4 കിലോ എന്ന് പറഞ്ഞാൽ 200 ഗ്രാം. 1/4 കിലോ ആണോ 200 ഗ്രാം ആണോ? 1/4 കിലോ എന്ന് പറഞ്ഞാൽ 250. അല്ല, ശ്രീകുട്ടി പറഞ്ഞത് 250. 1/4 കിലോ. സഞ്ജു 200 ഗ്രാമോ? ആർക്കെങ്കിലും 200 ഗ്രാം. 200. വേഗം 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 വേഗം. 300 ഗ്രാം. 300. ഓക്കെ, ശ്രീകുട്ടി കറക്റ്റ്. 250 ഗ്രാം. 1 ടൺ എത്ര കിലോഗ്രാം? 1000 കിലോ. വെരി ഗുഡ്. നമ്മള് വലിയ തടിക്ക് പരിക്കില്ലാണ്ട് ലാൻഡ് ചെയ്തു ശ്രീകുട്ടി. അപ്പൊ നമുക്കിനി മാർക്സ് ചോദിക്കാം. 89. ഹാപ്പി? ഗുഡ് ജോബ് ശ്രീകുട്ടി. കീപ് ഇറ്റ് അപ്പ്. 89. നല്ല സ്കോർ കിട്ടിയിട്ടുണ്ട്. മലയാളി വീട്ടമ്മയിൽ സുവർണ കിരീടം ചൂടുന്ന വീട്ടമ്മയ്ക്ക് കോൺഫിഡന്റ് ഗ്രൂപ്പ് സമ്മാനിക്കുന്നു 1 കോടി വിലമതിക്കുന്ന ഫ്ളാറ്റും ടൊയോട്ട ക്രിസ്റ്റ കാറും. Flowers celebrating motherhood. മലയാളി വീട്ടമ്മ. ഇന്ന് കുറെ പേര് ഇവിടെ പടം വരച്ചത് കണ്ട് ചിരിച്ച് കഴിഞ്ഞില്ലേ? ഇനിയും ചിരിക്കും. ഇനിയും ചിരിക്കുമായിരിക്കും. പക്ഷെ ഇന്നത്തെ നമ്മുടെ കലാപരിപാടികൾ ഇവിടെ അവസാനിക്കുകയാണ്. നിരപറ മലയാളി വീട്ടമ്മ കോ ബ്രാൻഡഡ് ബൈ സേറ ആൻഡ് ധാത്രി ഹെയർ കെയർ പ്ലസിന്റെ മറ്റൊരു രസകരമായ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ ചിരിക്കാഴ്ചകൾക്കായി വീണ്ടും കാത്തിരിക്കുക.